അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി nth ടൈം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ എന്നാം നമ്പർ കണ്ടുപിടിക്കാനാണല്ലേ. അപ്പോൾ എന്നാം നമ്പർ എന്ന് വെച്ചാൽ അത് നമുക്ക് ആൽജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആൽജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് dn പ്ലസ് f മൈനസ് e. ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഇക്വേഷൻ ഇല്ല ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇക്വേഷൻ്റെ ആവശ്യമില്ല പറയാൻ കാരണം വെച്ചാൽ ഈ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഈ പ്ലസും മൈനസും മാറിപ്പോയാൽ മതി, അല്ലെങ്കിൽ ഈ ഡിയും എഫും തമ്മിൽ മാറിപ്പോയാൽ നമ്മൾ ഇക്വേഷൻ ആകെ തെറ്റിപ്പോകും. പിന്നെ നമുക്ക് ഇതിൽ ഉത്തരം കിട്ടില്ല. അപ്പോൾ ഇക്വേഷൻ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് അത് ആദ്യം എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പിറകെ ഡി എൻ എ ഇട്ട് കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരോട്ട് സംഭവം ആഡ് ചെയ്യാണെന്ന് വെച്ചാൽ ഈ കോമൺ ഡിഫറൻസ് ഉണ്ടാവും, അത് ഇതിലെ ഫസ്റ്റ് ടേം കേട്ടോ, അതിൽ ഈ കോമൺ ഡിഫറൻസ് കുറച്ചതാണ്. അപ്പോൾ ഈ 2 നിന്ന് 3 കുറച്ചപ്പോഴും -1 കിട്ടും. അപ്പോൾ ഈ 3n + -1 ആണ് സംഭവം, 3n - 1 ആണ്. അതാണ് നമ്മുടെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ. ഇനി നമുക്ക് വേറെ സീക്വൻസ് ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ സീക്വൻസ് എടുത്തു 6, 8, 10, 12 ഇങ്ങനെ സീക്വൻസിൽ പോകുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതും അടിക്കുന്ന സീക്വൻസ് തന്നെയാണ്. ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 2 ആണ്. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് 2 ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ പിറകെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ n ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യണം? ഈ 6 നിന്ന് 2 കുറച്ചാൽ കിട്ടും. എത്ര? 4. അതാണ് നമ്മുടെ ആൻസർ.